ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവിന്റെ പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണല്ലോ, എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും മുറിയുടെ കാര്യത്തിൽ ഏകദേശം ആ ഒരു തീരുമാനവും ആ ഒരു വീട്ടിലെ സമാധാനവും ഒക്കെ തിരികെ വന്നോട്ടെ. അപ്പൊ നമ്മുടെ രേവതി നമ്മുടെ സച്ചിയുടെ അടുത്ത് മുറിയിൽ വെച്ച് പറയുന്നുണ്ട്, അമ്മ വെറും 2 ദിവസത്തേക്കല്ലേ ചോദിച്ചത് എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. നിനക്ക് എന്താ അമ്മയുടെ സ്വഭാവം ഇതുവരെ അറിയില്ലേ? അത് ശരിയാട്ടോ, 2 ദിവസം കഴിഞ്ഞാൽ അവർ പിന്നെ എങ്ങോട്ട് പോകാൻ, ആ മുറിയിൽ തന്നെയല്ലേ കിടക്കേണ്ടതുള്ളൂ, വേറൊരു മുറി അവിടെ ഇല്ലതാനും. അപ്പൊ എന്തായാലും ആ 2 ദിവസം നമ്മുടെ സച്ചി പറഞ്ഞ പോലെ 2 ആഴ്ചയാവും, 2 മാസമാവും, പിന്നെ 2 വർഷമാവും, ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും. അപ്പോഴേക്കും നമ്മുടെ സച്ചി നമ്മുടെ രേവതിക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നും കൂടി നമ്മുടെ രേവതി ഓർക്കണം അല്ലെ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ വർഷ ഒരു എന്താ പറയുക, ടെറസിൽ നമ്മുടെ ശ്രീകാന്തിനെ കൊണ്ടുപോയപ്പോൾ അവിടെ ഒരു ടെന്റ് ഇങ്ങനെ മേടിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ വർഷ. അപ്പൊ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാ മേടിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വർഷ പറയുന്നുണ്ട്, നീയല്ലേ പറഞ്ഞേ സച്ചിയേട്ടൻ മുറി പൂട്ടി പോയിന്ന്, അപ്പൊ നമുക്ക് എവിടെയെങ്കിലും കിടക്കേണ്ടതുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ മേടിച്ചതായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവര് രണ്ടുപേരും കൂടി സന്തോഷത്തോടു കൂടി ആ ഒരു ടെന്റിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു രംഗങ്ങളും തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിച്ചത്. അപ്പൊ എന്തായാലും ഏകദേശം ആ ഒരു സമാധാന അന്തരീക്ഷമൊക്കെ ആയിട്ടാണ് നമ്മുടെ ചെമ്പനീർ പൂവിൽ. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ വർഷയും സച്ചി നേരെ നേരെ കണ്ടാൽ കീരിയും പാമ്പുമാണ് അല്ലേ. അപ്പൊ എപ്പോ വേണമെങ്കിലും ഒരു പൊട്ടിത്തെറി സംഭവിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി തന്നെ അറിയാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.